കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയിലെ യാത്രക്കാരുടെ ജീവന് ഭീഷണിയായി റോഡിലേക്ക് പടർന്നു പന്തലിച്ച കാടുകൾ. ഏലപ്പാറ 1-ാം മൈൽ വളവിലാണ് റോഡിലേക്ക് കാടുപടലങ്ങൾ വ്യാപകമായി വളർന്നു നിൽക്കുന്നത്. ഇതുകൂടാതെ 4-ാം മൈൽ മുതൽ ഏലപ്പാറ വരെയുള്ള റോഡിന്റെ വിവിധ ഭാഗങ്ങളിലും സമാന രീതിയിൽ കാട് കയറി മൂടിയ അവസ്ഥയിലാണ്. രാപകലില്ലാതെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന മലയോര പാതയാണിത്. വളവുകളിൽ കാടുപടലങ്ങൾ കാരണം എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയാത്തത് അപകടങ്ങൾക്ക് കാരണമാകുന്നു. പ്രത്യേകിച്ച് രാത്രികാലങ്ങളിലും പുലർച്ചെയും മേഖലയിൽ കനത്ത മൂടൽമഞ്ഞ് അനുഭവപ്പെടാറുണ്ട്. കാഴ്ചപരിധി പൂർണ്ണമായും മറയുന്ന സാഹചര്യത്തിൽ കാടുകൾ കൂടി റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്നത് ഇരുചക്രവാഹന യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. സംസ്ഥാന മലയോര ഹൈവേയുടെ 2 ഭാഗത്തായിട്ട് കാടുകൾ വളർന്നു നിൽക്കുന്നതാണ്. വണ്ടി ഓടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എതിരെ നിന്ന് വരുന്ന വണ്ടികളൊന്നും കാണാൻ പറ്റുന്നില്ല. ദിനംപ്രതി ഒരുപാട് അപകടങ്ങളൊക്കെ സംഭവിക്കുന്നതാണ്. ഇത് അധികൃതരുടെ നേതൃത്വത്തിൽ എല്ലാവരും ഒന്ന് നോക്കി എന്താണെന്ന് വെച്ചാൽ അതിന്റെ വേണ്ടപ്പെട്ട നടപടി സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. പൊതുമരാമത്ത് വകുപ്പ് റോഡരികിലെ കാടുകൾ വെട്ടിമാറ്റാൻ എല്ലാ വർഷവും കരാർ നൽകുന്നുണ്ടെങ്കിലും പ്രവർത്തികൾ കാര്യക്ഷമമല്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഏലപ്പാറ 1-ാം മൈൽ ഭാഗത്ത് കൊടുംവളവാണ്. ആ കൊടുംവളവിൽ 2 സൈഡിലും കാടുകൾ വളർന്നു നിൽക്കുന്നതുകൊണ്ട് വണ്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അപകടങ്ങളുണ്ടാകുന്നു. ബൈക്കുകാർ തമ്മിൽ അപകടങ്ങളുണ്ടാകുന്നു, ബസ്സുകൾ തമ്മിൽ അപകടങ്ങളുണ്ടാകുന്നു. അതുകൊണ്ട് മഞ്ഞ് മൂടിക്കഴിഞ്ഞാൽ റോഡ് ഒട്ടും കാണത്തില്ല. അതുകൊണ്ട് എത്രയും പേരെന്ന് അവിടുത്തെ ആ 2 സൈഡിലെയും മരങ്ങളൊക്കെ ഒന്ന് വെട്ടി ആ കാടുകളും വെട്ടി ഒന്ന് ക്ലിയറാക്കി ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും. അതിന് അധികാരികളൊന്ന് PWDയിലെ അധികാരികളൊന്ന് അതിനുവേണ്ടി മുൻകൈ എടുക്കണമെന്നും അത് ജനങ്ങൾക്കൊരു ഉപകാരമായിരിക്കുമെന്നും ഈ അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റുമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാടുകൾ പൂർണ്ണമായും വേരോടെ പിഴുതുമാറ്റാതെ മുകൾ ഭാഗം മാത്രം വെട്ടിമാറ്റുന്നത് മൂലമാണ് വളരെ വേഗത്തിൽ വീണ്ടും കാട് മൂടാൻ കാരണം. റോഡിലെ കാടുകൾ അടിയന്തിരമായി വെട്ടിമാറ്റി യാത്രാ സൗകര്യം ഉറപ്പാക്കണമെന്നും കരാർ പ്രവർത്തനങ്ങളിൽ കർശന പരിശോധന നടത്തണമെന്നും നാട്ടുകാരും വാഹന ഡ്രൈവർമാരും ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ഏലപ്പാറ.